അവന് ജീവപര്യന്തം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല. അത് ഭാവന അത് ഫയൽ ചെയ്യാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി തീർത്തിരുന്നുവെങ്കിൽ ഇവിടെ ഇനിയും സിനിമയ്ക്കുള്ളിൽ ഇയാൾ ഇത് നിരന്തരം നടത്തിക്കൊണ്ടുപോകും. കാരണം പൾസർ സുനിയുടെ അല്ലെങ്കിൽ ദിലീപിൻ്റെയൊക്കെ ഫോണിൽ പല വീഡിയോസും ഉള്ളതായിട്ട് തന്നെ തെളിവുകളുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇത്രയും ശക്തി കിട്ടുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൾ മുമ്പിൽ പോയി വളരെ ദൂരെ ഇങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ വിളിച്ചല്ലോ, CM ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചപ്പോൾ പെട്ടെന്ന് അവളുടെ കണ്ണ് നിറഞ്ഞു. അപ്പം എൻ്റെ കണ്ണും നിറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അവളെങ്ങനെ നോക്കുന്നുണ്ട് സൂക്ഷിച്ച്. എൻ്റെ ഇവള് പൊട്ടിപ്പോവോ? കാരണം അവളുടെ അച്ഛൻ മരിച്ച് അധികം വൈകുന്നതിന് മുമ്പല്ലേ ഇത്രയും ഒരു സംഭവം നടന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു വേദന അവളുടെ ഉള്ളിൽ ഈ സമയത്ത് എൻ്റെ അച്ഛൻ കൂടെ ഇല്ലല്ലോ എന്നുള്ള നല്ലൊരു വേദനയുണ്ട്. അപ്പോൾ ഒരു അച്ഛൻ്റെ പ്രായത്തിലുള്ള ഒരാള് മുമ്പിൽ നിന്ന് ഇനി ബാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവൾക്ക് ഉണ്ടാവുന്നൊരു, അത് കഴിഞ്ഞ് അവള് വന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ പോയപ്പോൾ ഇല്ല, എനിക്ക് ചിലപ്പോൾ ഞാൻ പൊട്ടിപ്പോവും, അങ്ങനെ അവൾ മാറിയിരുന്നത്. അപ്പോൾ അവളുടെ ഉള്ളിൽ ഉണ്ടായ ഒരു ആശ്വാസം അത് വളരെ വലുതാണ്. അവൾ പറയുകയാണ്, എനിക്ക് വല്ലാത്തൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ധൈര്യമോ ഒരു ആത്മവിശ്വാസമോ ഒരു സ്നേഹമോ എന്തൊക്കെയോ കിട്ടുന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ ഇയാൾ കോടതിക്ക് പുറത്ത് വന്ന് മഞ്ജു വാര്യരുടെ പേര് ഒരു വൈരാഗ്യം പോലെ പറഞ്ഞതോടുകൂടി പൊതുജനം മുഴുവനും അവളോടൊപ്പമായി. ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ പേര് പോലും ഉച്ചരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. മഞ്ജു വാര്യർ എന്ന് പറയുന്ന പെൺകുട്ടിയെയും സിനിമ ഇൻഡസ്ട്രിയിലുള്ള പല പെൺകുട്ടികളെയും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ഭാവന ഈ കേസ് ഫയൽ ചെയ്തതോടുകൂടെ. കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായിട്ടാണ് വിശ്വസിക്കുന്നെങ്കിൽ വീണ് കിടക്കുന്നവരോടൊപ്പം നിൽക്കുക എന്നാണല്ലോ, ചവിട്ടി താഴ്ത്തുന്നവരോടൊപ്പം നിൽക്കുക, വീണ്. അപ്പം ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്, എൻ്റെ ഉള്ളിലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. അപ്പം അതിപ്പോൾ ഭാവന ഒരു പ്രശസ്തയായ കുട്ടിയായത് കൊണ്ടൊന്നും അല്ല, ഏതൊരു കുട്ടിയാണെങ്കിലും അവളോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അപ്പോൾ പലപ്പോഴും തൃശ്ശൂർ വഴി പോകുമ്പോഴെല്ലാം ഞാൻ അവളുടെ വീട്ടിൽ പോകാറുണ്ട്, അവളെ കാണാറുണ്ട്. അപ്പം ഈ വിധി വരുന്ന ഈ സമയങ്ങളിൽ ദിവസവും വിളിക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നി അവളുടെ ഒപ്പം പോയി നിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പം ഏട്ടനുണ്ട്, അമ്മയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ വരാം എന്ന് പറഞ്ഞ അങ്ങനെ പോയതാ. അങ്ങനെയാണ് അവളോടൊപ്പം നിൽക്കാൻ എനിക്ക് തോന്നിയത്. എനിക്കെന്തോ അപ്പം തോന്നി ചിലപ്പോൾ എന്തായാലും വിധി നമ്മൾ ഉദ്ദേശിക്കുന്ന വിധി ആയിരിക്കില്ല എന്നുള്ളത് 4 കൊല്ലം മുമ്പേ ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാനത് പറയുകയും ചെയ്തതാ, ഓപ്പണായിട്ട് ഞാൻ അന്ന് പറഞ്ഞതാണത്. കാരണം എന്നാണോ അവൾ കോടതിക്കുള്ളിൽ കയറിയത്, ഓരോ തവണ ഇറങ്ങി വരുമ്പോഴും അവൾ അന്നത്തെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും. അപ്പോൾ ആ വേദന ഷെയർ ചെയ്യുമ്പോൾ, ആ കോടതിയിലെ അനുഭവം അവൾ പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇതിങ്ങനെ വരുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഇവൾ തകർന്നു പോകുമോ എന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പം അവളോട് നേരത്തെ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ആദ്യമേ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിക്കും. പണ്ടൊക്കെ അതൊരു തമാശയുടെ, പണ്ട് സിനിമയിൽ ഡബ് ചെയ്യാനായിട്ടേ തുടക്കകാലത്ത് നാളെ രാവിലെ വണ്ടി വരും കേട്ടോ എന്ന് പറയും. അപ്പം നമ്മൾ വണ്ടിയൊന്നും വരില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കും. ശരി, വരില്ല. ഞാൻ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചില്ലല്ലോ, നിങ്ങളിൽ നിന്ന് ഞാൻ ഇത് നല്ലത് പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊരു, അങ്ങനെ നമ്മളെ തയ്യാറാക്കുക എന്ന് പറയും. ചിലവർ പറയും നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റീവേ ഉണ്ടാവുള്ളൂ, അത് വേറൊരു കാര്യം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവളുടെ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് തോന്നി ഇത് ഇങ്ങനെയേ വരുള്ളൂ, ഈ വിധിയേ വരുള്ളൂ. സോ ഞാൻ മെൻ്റലി പ്രിപ്പയർഡായിരുന്നു. പക്ഷേ ഇവളെ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴും ഞാൻ ഇവളുടെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ജഡ്ജ് കോടതി കയറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൊയ്ക്കോ മുറി പോയി വാതിലടച്ചിരിക്കുക എന്ന് ഞാൻ ഇങ്ങനെ അവളെ പറഞ്ഞു വിട്ടു. പിന്നെ അവള് മുകളിലാണ്. പിന്നെ കുറേ കഴിഞ്ഞ്
ഉം, എട്ടാം പ്രതിയെ വെറുതെ വിട്ടു. ഏഴാം പ്രതിയെ വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു 7 വിട്ടല്ലോ, ഇനി നമ്മൾ പ്രതീക്ഷിക്കണ്ട, സ്വിച്ച് ഓഫ് ചെയ്തേക്ക് എന്ന് പറഞ്ഞു. TV സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ അവളെ ഫേസ് ചെയ്യാൻ അപ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ് അവളുടെ അടുത്ത് പോയപ്പം ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് അവളെ ആദ്യം ചോദിച്ചത്. കരയുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങളാരും ഒന്നും മിണ്ടിയില്ല. വെറുതെ ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങളാരും ഭക്ഷണം കഴിക്കാതെ ഞങ്ങളെല്ലാം അവളുടെ ചുറ്റിലും ഇങ്ങനെ ഇരുന്ന് ഒന്നും മിണ്ടുന്നില്ല. ആരും ഒന്നും മിണ്ടുന്നില്ല. അവളും മിണ്ടുന്നില്ല, ഞങ്ങളും മിണ്ടുന്നില്ല. അതായിരുന്നു അന്നത്തെ ഒരു ദിവസം മുഴുവനും. പിന്നെ ഏകദേശം ഈ 12-ാം തീയതി മറ്റുള്ളവരുടെ വിധി വരുന്നവരെ ഞാൻ അവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ മറ്റുള്ളവരുടെ ഈ ശിക്ഷാവിധിയിൽ 100% അവർക്ക് കൊടുത്ത ശിക്ഷയും പോരാ എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഈ 1-ാം പ്രതി എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ പേര് പോലും ഉച്ചരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അയാള് ഈ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് തോന്നിയിരുന്നു ഇനി ഇവൻ വളരെ ചെറിയ ശിക്ഷ മാത്രമേ ഇവന് കിട്ടുള്ളൂ. അത്രമാത്രം അവനെയും വിലക്കെടുത്തിട്ടുണ്ട്. അപ്പം അവനെ ഒരുപാട് കാലം ശിക്ഷിക്കാതിരിക്കാനുള്ള വഴികളെല്ലാം ഇയാൾ ചെയ്തിട്ടുണ്ട്. കാരണം അവന് ജീവപര്യന്തം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതിൽ എല്ലാവരുടെ കാര്യത്തിലും ഇവർ കളിച്ചിട്ടുണ്ട്. പക്ഷേ കോടതി മറന്നുപോയ ഒരു കാര്യം, ഇവൻ ഇനി 12-12.5 വർഷമേ ഉള്ളൂ അവന്. അതെ, ഇത്രയും വർഷം കഴിഞ്ഞു. അതും കണക്കിലെടുത്തിട്ടാണല്ലോ. ഇത് കഴിഞ്ഞാൽ ഇവൻ പുറത്തു വന്നാൽ ഇവൻ ഇത് ആവർത്തിക്കും. കാരണം അവൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അവൻ പറയുന്നുണ്ട്, ഇത് സർവ്വസാധാരണമാണ്, ഇത് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മാധ്യമങ്ങളാണ് ഇത്ര വലിയ വാർത്തയാക്കിയത് എന്ന്. അതിനർത്ഥം ഇയാൾ ഇനിയും ചെയ്യും എന്നാണ്. അതെ. അപ്പൊ ആ ഒരു അപകടം പതിയിരിപ്പുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയില്ലല്ലോ. ഇന്ന് അവൾ, നാളെ മറ്റൊരു പെണ്ണാവാം. അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ഭീതി എന്ന് തന്നെ. കോടതി നമ്മളെ പോലെയുള്ള കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭീതി, കോടതിയുടെ ഭീതി എന്ന് വെച്ചാല് ഒരു 5 ലക്ഷം തുച്ഛമായൊരു വിലയിടുക. അപ്പൊ നമുക്ക് അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. അതായത് പ്രതികളിൽ നിന്നെല്ലാം ആ പണം കളക്ട് ചെയ്തിട്ട് ഈ ഇതുപോലെയുള്ള വിക്ടിംസിന് കൊടുക്കുക എന്ന് പറയുന്നത് അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള അതിജീവിതമാർ ഇത് സ്വീകരിക്കില്ല എന്ന് ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കണം. ഞങ്ങൾക്ക് വേണ്ട ഈ പണം, ഇത്രയും നെറിയട്ട, ഇത്രയും ഒരു കീഴ്ത്തരമായ ഒരു പണം ഞങ്ങൾക്ക്, ആ പണം കൊണ്ട് ജീവിക്കണോ? അതെവിടെയാണ്? അതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? നിന്നെ ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഒടുവിൽ നിനക്ക് ഞങ്ങളിത് അഭിക്ഷ തരുന്നു എന്ന് പറയുന്നതിന് തുല്യമല്ലേ ആ തുക? അത് ഒരു പെൺകുട്ടിയും, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു പെൺകുട്ടി പോലും അത് സ്വീകരിക്കരുത് എന്നാണ്. കാരണം ഏതൊരു പെൺകുട്ടിക്കും പിന്നീടുള്ള കാലം മുൻപോട്ട് പോകണമെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ഗൗരവമുള്ള തക്കതായ ശിക്ഷ കിട്ടിയാൽ മാത്രമേ അവൾ മാനസികമായി ഒന്ന് ഒരു ഇതിലേക്ക് വരുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ നമ്മൾ പോകണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ദിലീപ് അയാൾ എന്നെ വെറുതെ വിട്ട വഴിക്ക് തന്നെ വന്നിട്ട് മാധ്യമങ്ങളുടെ അടുത്ത് പറയുന്നു, മഞ്ജു പറഞ്ഞ ആ ഒരു സ്പീച്ചിന്റെ പുറത്തുനിന്നാണ് ഇവിടുന്ന് ഗൂഢാലോചന ആരംഭിക്കുന്നത്, അയാൾക്കെതിരെയുള്ള ഗൂഢാലോചന. ഞാൻ സ്വയം ഇരയാണെന്ന് പറയുന്നു. മാധ്യമങ്ങളും പോലീസും ചേർന്ന് അയാളെ ഗൂഢാലോചനയുടെ പരമായിട്ട് അയാളെ ഇരയാക്കുന്നു. ഇങ്ങനൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഞാൻ ആദ്യം അയാൾ പറഞ്ഞതിനെ പറ്റി വരാം. യഥാർത്ഥത്തിൽ ഈ വിധി വരുന്നത് വരെ ഒരു 50% ആളുകൾ ഇത് കെട്ടുകഥയാണോ, ഇത് ഈ പെൺകുട്ടി ക്രിയേറ്റ് ചെയ്തതാണോ? കാരണം അങ്ങനെ ഒരു പിക്ചർ ഇവർ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതൊരു സംശയം ഒരു 50% ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ കോടതിക്ക് പുറത്ത് വന്ന്
മഞ്ജു വാര്യരുടെ പേര് ഒരു വൈരാഗ്യം പോലെ പറഞ്ഞതോടുകൂടി അതെ. പൊതുജനം മുഴുവനും അവളോടൊപ്പമായി. അതായത് ഇത് ഇയാളുടെ ഉള്ളിൽ ഇയാൾ പക സൂക്ഷിക്കുന്ന ഒരാളാണെന്നും ഇയാളുടെ ആ പക തീർക്കാൻ വേണ്ടി ഇയാൾ ഏതറ്റം വരെയും പോകുമെന്ന് അയാൾ പറയാതെ പറഞ്ഞു. അതോടുകൂടി കേരളം ഒരു 90% ആളുകളും അവളോടൊപ്പം മാറി. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു ജീവിതത്തിൽ അവളും ഒരു തരത്തിൽ പറഞ്ഞാൽ അവൾ ഒരു സർവൈവറാണ്. മഞ്ജു എന്ന് പറയുന്ന വ്യക്തിയും ഒരു സർവൈവറാണ്. അവിടെ ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും സ്വാധീനമുള്ള ഇത്രയും പകയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ട് അവൾ ഇത്രയും സക്സസ്ഫുൾ ആയി എങ്കിൽ അത് അവളുടെ ഏറ്റവും വലിയ വിജയമാണ്. ആ വിജയം അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇന്ന് ഇവൾക്ക് സംഭവിച്ചില്ലായിരുന്നു, ഇത് കേസായില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും മഞ്ജുവിന് ഇത് സംഭവിക്കുമായിരുന്നു. എന്തെങ്കിലും രീതിയിൽ അവർക്ക് സംഭവിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഒരു തരത്തിൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന പെൺകുട്ടിയെയും സിനിമാ ഇൻഡസ്ട്രിയിലുള്ള പല പെൺകുട്ടികളെയും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ഭാവന ഈ കേസ് ഫയൽ ചെയ്തതോടുകൂടെ. ഭാവന അത് ഫയൽ ചെയ്യാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി തീർത്തിരുന്നുവെങ്കിൽ ഇവിടെ ഇനിയും സിനിമയ്ക്കുള്ളിൽ ഇയാൾ ഇത് നിരന്തരം നടത്തിക്കൊണ്ടുപോകും. കാരണം പൾസർ സുനിയുടെ അല്ലെങ്കിൽ ദിലീപിൻ്റെയൊക്കെ ഫോണിൽ പല വീഡിയോസും ഉള്ളതായിട്ട് തന്നെ തെളിവുകളുണ്ട്. പക്ഷെ അതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയും. ഇങ്ങനൊരു തെറ്റിദ്ധാരണയാണ് പരത്തണത്. അപ്പൊ ഈ പോലീസും മാധ്യമ പ്രവർത്തകരും തമ്മിൽ. അപ്പൊ ഞാൻ ചോദിക്കണത്, നമ്മള് പോലീസും മാധ്യമ പ്രവർത്തകരും ഒരു മേശ ഇട്ടിട്ട് അതിന്റെ ചുറ്റിരുന്നും കൂടാലും നടത്താൻ ദിലീപിനെ നമുക്ക് ആക്രമിക്കാം. ഇത് സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരിനെ പറയാൻ പേടിച്ചിട്ടാട്ടോ സർക്കാരിന് പറയാത്തത്. സർക്കാരിനോ അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്ന സർക്കാർ തന്നെ അല്ലേ. സർക്കാരാണ് തീരുമാനമെടുക്കുന്നത് അയാളെ അറസ്റ്റ് ചെയ്യൂ. കാരണം ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇത്രയും ശക്തി കിട്ടുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ അതിനുശേഷം വന്ന പല ആളുകളുടെയും പല സ്വകാര്യ സംഭാഷണങ്ങളിൽ കൂടെയും വിമർശനങ്ങളിൽ കൂടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈവൻ മറ്റു പല പാർട്ടികളിലുള്ള ആ ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അറിയാം ഇത് അവരുടെ കയ്യിലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അതിജീവിതയ്ക്ക് സംഭവിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് എന്താണ് ഇയാളോട് ഇത്ര ശത്രുത? മാധ്യമങ്ങൾക്ക് എന്താണ് ഇയാളോട് ഇത്ര ശത്രുത? എന്തിനാണ് പിന്നെ ഇയാൾ വിചാരിക്കണ മാതിരി ഇങ്ങനെ കെട്ടിച്ചമച്ചതാണെന്ന് തന്നെ അയാൾ വിചാരിക്കുന്ന മാതിരി ഇരിക്കട്ടെ. ഒരുപക്ഷെ പോലീസും മാധ്യമങ്ങളും എല്ലാവരും കൂടെ ഇയാൾ 3 കോടതിയിലും അപ്പീല് പോയിട്ട് ഇയാളുടെ അപ്പീല് തള്ളിയതാണ്, ബെയില് കൊടുക്കാതെ. ആ 3 അപ്പീല് തള്ളിയത് കൊണ്ടാണ് ഇയാൾ 85 ദിവസത്തോളം അകത്ത് കിടന്നത്. ഒരാളെ വെറുതെയൊക്കെ ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ വേണ്ട, പിന്നെ കുറച്ച് ദിവസം കിടക്കട്ടെ എന്ന് പറയാൻ മാത്രം കോടതികൾക്ക് എന്താണ് ഇയാളോടുള്ള പക? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും. അപ്പൊ ഇയാള് എല്ലാ സ്ഥലത്തും അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടും, എന്നാൽ തെളിവ് വേണം എന്നുള്ളത് സത്യം തന്നെയാണ്. തെളിവുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ശിക്ഷിക്കപ്പെടൂ. പക്ഷേ തെളിവ് ഉണ്ടായിട്ടും ഞാൻ കണ്ടില്ല എന്ന് ഉറക്കം നടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഉറക്കം നടിക്കലാണ് ഇവിടെ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം CM അതിജീവിതയെ അടുത്ത് വിളിക്കുന്നു, ഒരച്ഛനെ പോലെ. നമുക്ക് തരുന്ന ഒരു ഊർജ്ജമുണ്ട് അത് കാണുമ്പോൾ. അവൾ മുമ്പിൽ പോയി വളരെ ദൂരെ ഇങ്ങനെ നിന്നപ്പോ ഇങ്ങനെ വിളിച്ചല്ലോ, CM ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചപ്പോ പെട്ടെന്ന് അവളുടെ കണ്ണ് നിറഞ്ഞു. അപ്പൊ എന്റെ കണ്ണും നിറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അവളെങ്ങനെ നോക്കുന്നുണ്ട് സൂക്ഷിച്ച്. ഇവള് പൊട്ടിപ്പോവോ? കാരണം അവളുടെ അച്ഛൻ മരിച്ച് അധികം വൈകുന്നതിന് മുമ്പല്ലേ ഇത്രയും ഒരു സംഭവം നടന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വേദന അവളുടെ ഉള്ളിൽ ഈ സമയത്ത് എൻ്റെ അച്ഛൻ കൂടെ ഇല്ലല്ലോ എന്നുള്ള നല്ലൊരു വേദനയുണ്ട്. അപ്പൊ ഒരു അച്ഛൻ്റെ പ്രായത്തിലുള്ള ഒരാള് മുമ്പിൽ നിന്ന് നീ ബാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവൾക്ക് ഉണ്ടാവുന്നൊരു, അത് കഴിഞ്ഞ് അവള് വന്നിട്ട്
ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ പോയപ്പോൾ ഇല്ല, എനിക്ക് ചിലപ്പോൾ ഞാൻ പൊട്ടിപ്പോവും, അങ്ങനെ അവൾ മാറിയിരുന്നത്. അപ്പോൾ അവളുടെ ഉള്ളിൽ ഉണ്ടായ ഒരു ആശ്വാസം അത് വളരെ വലുതാണ്. അവൾ പറയുകയാണ്, എനിക്ക് വല്ലാത്തൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ധൈര്യമോ ഒരു ആത്മവിശ്വാസമോ ഒരു സ്നേഹമോ എന്തൊക്കെയോ കിട്ടുന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അവൾ പറഞ്ഞത്. ഇപ്പം ഈ വിധി വന്നു, ഇപ്പം അമ്മയുടെ ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് ഉണ്ട്, അവര് പറയണത് കോടതി വിധിയെ മാനിക്കുന്നു, അതിജീവിതയുടെ ഒപ്പമാണ് തന്നെ കോടതി വിധിയെ മാനിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പല നടന്മാരും ഈ ഒരു മറുപടിയാണ് നമുക്ക് തരുന്നത്. നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പലരും ഈ വിധി വന്നപ്പോ രഞ്ജി പണിക്കർ അടക്കമുള്ളവര് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടിയല്ല നമുക്ക് തരുന്നത്, സമൂഹത്തിന് കൊടുക്കുന്നത്. പക്ഷെ ചേച്ചി അതിൽ നല്ലൊരു നിലപാടെടുത്തു. വിധി വന്ന മിനിറ്റുകൾക്കകം ഫെഫ്കെ എന്ന് പറഞ്ഞ സംഘടന തുടങ്ങിയ അന്ന് മുതലുള്ള രൂപീകൃതമായ അംഗങ്ങളിൽ ഒരാളാണ്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആളാണ് ചേച്ചി. ചേച്ചി അവിടുന്ന് പെട്ടെന്നൊരു ദിവസം ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഫെഫ്കെ അംഗങ്ങൾ ചേച്ചിനെ ഈ രാജി പെട്ടെന്ന് അങ്ങോട്ട് സ്വീകരിക്കുകയാണോ ചെയ്തത്? ഞാൻ ആക്ച്വലി 2018 തന്നെ എൻ്റെ പ്രതിഷേധം ഞാൻ സംഘടനയ്ക്കുള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കേൾക്കേണ്ടവർ കേൾക്കാതിരിക്കുകയും കാണേണ്ടവർ കാണാതിരിക്കുകയും ചെയ്തതിൻ്റെ ഒരു ഉള്ളിൽ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഇടതുപക്ഷ അനുഭാവിയൊക്കെയാണ് ബി ഉണ്ണികൃഷ്ണനൊക്കെ. അപ്പം അദ്ദേഹമൊക്കെ ഈ വിഷയത്തിൽ അവളോടൊപ്പം നിൽക്കുന്നില്ല അവളോടൊപ്പം എന്ന് പറയുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് അവളോടൊപ്പവും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവനോടൊപ്പവുമാണ് സഞ്ചരിക്കുന്നത് തോന്നിയപ്പോൾ തന്നെ ഞാൻ ഉള്ളിൽ ഇപ്പം ഞാൻ രാജിവെച്ചപ്പോൾ പലരും പറഞ്ഞു എൻ്റെ അടുത്ത്, നിങ്ങൾ ഒരിക്കലും രാജിവെക്കരുത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാടണമായിരുന്നു എന്ന്. ഈ 8 വർഷവും ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഈ സ്ത്രീ ശബ്ദം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന സ്ത്രീയെ അടിച്ചമർത്തുക എന്നത് എല്ലാ സംഘടനകളിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇവിടെ മാത്രമല്ല. അതുകൊണ്ട് എനിക്ക് തോന്നി എൻ്റെ പ്രതിഷേധം എനിക്ക് ഇങ്ങനെ മാത്രമേ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ഞാൻ ഇനിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി ഈ ആളെ ഇവർ വളരെ ഗ്രാൻഡായിട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് ഇവർ നടത്തും. ഇനിയിപ്പോൾ ഇത്രയും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടത്തില്ല കേട്ടോ. ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് നടക്കും, അത് ഉറപ്പാണ്. അത് കാണാനും പിന്നീട് എന്തെങ്കിലും വലിയ വലിയ പരിപാടികൾ നടക്കുമ്പോൾ അയാളും കൂടി ഇരിക്കുന്ന ഒരു വേദിയിൽ പോയി ഇരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകാതെ ഇരിക്കാനും വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ സ്ത്രീകൾ മുൻനിരയിലേക്ക് വരട്ടെ എന്ന് ഞാനും കൂടെ അവർക്ക് വേണ്ടി, എന്നെക്കൊണ്ട്, ഞാൻ ആ സംഘടനയിൽ അംഗമല്ല, പക്ഷെ ഞാനും കൂടി അവർക്ക് വേണ്ടി പലരോടും പേഴ്സണലി ഫോൺ വിളിച്ച് അവർക്ക് വോട്ട് ചെയ്യണേ എന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവരും ആ സ്ഥാനത്തെത്തിയപ്പോൾ ഞങ്ങളും മുൻപിരുന്നവരിൽ നിന്ന് വ്യത്യസ്തരല്ല എന്നൊരു നിലപാടെടുത്തത് എനിക്ക് പരമപുച്ഛമാണ് തോന്നിയത്. സ്ത്രീകളോട് തന്നെ പുച്ഛമാണ് തോന്നിയത്. എന്നിട്ട് അവളോടൊപ്പം തന്നെയാണ് എന്ന് പറയുന്നത് വെറും 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 പൊള്ളയായ വാക്കാണ് അവർ ഈ പറയുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ 8 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവളെ വിളിക്കുകയോ അവളെ ചെന്ന് കാണുകയോ ഇവർ ചെയ്തിട്ടില്ല. അതേസമയം അയാളുടെ വീട്ടിൽ പല പരിപാടികൾക്കും ഇവരെല്ലാവരും പോയിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ആ വാക്ക് പറയുന്നത്? എങ്കിലൊന്നും പറയാതിരിക്കും. അവളോടൊപ്പം നിങ്ങൾ പറയണ്ട. നിങ്ങളില്ലെങ്കിലും അവളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾ അത്ര വലിയ ശക്തിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല പൊതുസമൂഹം. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനെ നുണ പറഞ്ഞ് സമൂഹത്തെ പറ്റിക്കുന്നത്? എല്ലാവർക്കും അറിയാം ഇവരുടെ എല്ലാവരുടെയും ഡബിൾ ഗെയിം. ഇപ്പൊ ശ്വേതാ മേനനും കുക്കു പരമേശ്വരനും വന്നപ്പോ കുക്കു പരമേശ്വരനെ പോലെ ഒരാളിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ കുക്കു ഒക്കെ എല്ലാവരോടും പറയുന്നത് ഇതത്, ഞങ്ങൾ തീർച്ചയായിട്ടും അവളോടൊപ്പം തന്നെയാണ്, ഞാനൊരു ജഡ്ജിന്റെ മോളാണ്. ഞാൻ ചോദിക്കട്ടെ, അയാളോടൊപ്പം നിന്നോളൂ. കാരണം അയാളുടെ കയ്യിൽ പണമുണ്ട്, സ്വാധീനമുണ്ട്, അയാളെ കൊണ്ട് സംഘടനയ്ക്ക് ഒരുപാട് പ്രയോജനമുണ്ടായിരിക്കാം സംഘടനയ്ക്ക്. അപ്പോ അവള് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, നിയമത്തിൽ എല്ലാവരും തുല്യരല്ല എന്ന് പറഞ്ഞല്ലോ. സംഘടനയിലും അത് തന്നെയാണ്. സംഘടനകൾക്കും എല്ലാവരും തുല്യരല്ല. ആ സംഘടന എന്ന് പറയുന്നത്
പെൻഷൻ കൊടുക്കാനും ചികിത്സാ സഹായം കൊടുക്കാനും വേണ്ടി മാത്രമുള്ളൊരു സംഘടനയാണ്. വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ഒരു സ്ത്രീ അവിടെ ഒച്ചയുയർത്തി സംസാരിച്ചാൽ പിന്നീട് അവർക്ക് അന്ത്യശാസനമായിരിക്കും അവിടെ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ ഈ ഇടം വലം നോക്കാതെ ഞാൻ ഈ സംസാരിക്കുന്നത് ചെറുപ്പത്തിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പണ്ടും എൻ്റെ അമ്മ പറയും, ഒന്ന് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ചേച്ചി വന്നൊരു വഴി എന്നിട്ട് മറ്റേ പൂകളുള്ള ഒരു പരവധാനി വിരിച്ച വഴിയല്ലല്ലോ. അല്ലല്ലോ, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി ഈ പറയുന്ന എല്ലാ അപമാനങ്ങളും സഹിച്ചു തന്നെയാണ് ഞാൻ മുമ്പോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന്റെ കണ്ണുനീരോ ഒരു പെണ്ണിന്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ഇങ്ങനെ നിൽക്കുന്നവരുണ്ടല്ലോ, അവളോടൊപ്പം എന്ന് പറയുകയും അവന്റെ കൈ പിടിച്ച് നടക്കുകയും ചെയ്യുന്നവരെല്ലാവരും ജീവിതത്തിന്റെ എല്ലാ സുഖഭോഗങ്ങളിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അറിയില്ല, അവർക്ക് അവളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ചേച്ചി, നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുക്കണോ? എല്ലാവരും പ്രതീക്ഷിക്കുന്ന, എപ്പോഴും അയാളോട് കാണുമ്പോൾ ഉള്ള കാര്യങ്ങൾ, അയാളുടെ കാര്യത്തിൽ അവർക്കൊരു ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആർക്കും. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം നമുക്കൊക്കെ വന്നിട്ടില്ലേ? അല്ല, അയാളുടെ പണബലം തന്നെയാണ് ആളുകൾ അയാളെ ഭയക്കുന്നത്. നോക്കൂ, ഇപ്പൊ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന സാമ്പത്തികമായി അത്ര വലിയ യാതൊന്നുമില്ലാത്തൊരു സംഘടന. അത് രൂപീകരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിലും അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, 21 സംഘടനയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയുടെ ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാളെപ്പോലെ ഒരാളെ സംരക്ഷിക്കുമ്പോൾ ഇയാൾ കൊടുക്കുന്ന ഒരു വലിയ ഡൊണേഷൻ ഭാവിയിൽ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ, ഇയാൾ ഒരു വലിയ തുക ഇനി സംഘടനയ്ക്ക് കൊടുക്കും. ഇപ്പൊ നമ്മളെല്ലാം പ്രതിഷേധിച്ച് നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്നതൊന്നും ഇപ്പൊ ഉടനെ സംഭവിക്കില്ല, അധികം വൈകാതെ ഇത് സംഭവിക്കും. അയാളോടൊപ്പം നിന്ന് എല്ലാ സംഘടനകൾക്കും അയാൾ ഉദാരമായ സംഭാവനകൾ നടത്തും. അവളുടെ കയ്യിൽ അതില്ലല്ലോ, അവളുടെ കയ്യിൽ പണമില്ലല്ലോ. അപ്പൊ അവളോടൊപ്പം നിന്നിട്ട് ഇവർക്ക് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. അതാണ് ഈ ഇരട്ട നിലപാട്. അതായത് സമൂഹത്തിന് വേണ്ടി, സമൂഹം ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടി അവളോടൊപ്പം എന്ന് പറയുകയും, മനസ്സുകൊണ്ട് ഈ പറയുന്ന മാതിരി നമ്മളുടെ സ്വന്തം താല്പര്യം, അല്ലെങ്കിൽ നാളെ അയാളെ വെച്ച് സിനിമ ചെയ്യണമോ, അല്ലെങ്കിൽ അയാൾ തിയേറ്ററിന്റെ അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള ആളാണ്. ഏത് സംഘടനയിലാണ് അയാൾ ഇല്ലാത്തത്? എല്ലാ സംഘടനയിലും ഒരുപാട് സ്വാധീനമുള്ള ഒരാളാണ്. അതാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഭയം അത് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു ഭയം ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം ഒരു പരിധി വരെ പറഞ്ഞാൽ ഇവിടെയുള്ള മാധ്യമങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇയാൾ വരുമ്പോൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. അതെ, ആരാണ് ജനപ്രിയ നായകൻ എന്ന് അയാൾക്ക് പേര് കൊടുത്തത്? ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അതെ അതെ. അവാർഡ് നിശകളിൽ ഓരോരുത്തർക്കും ഓരോ പേര് കൊടുക്കുമല്ലോ, യൂത്ത് ഐക്കൺ, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞു. മികച്ച നടൻ, മികച്ച ജനപ്രിയ നടൻ, ജനപ്രിയ നടൻ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുകൾ കൊടുക്കുമല്ലോ. അപ്പൊ എല്ലാവരുടെയും പ്രസൻസ് അവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ പേര് ഉണ്ടാക്കുന്നത്. പിന്നീട് അതൊരു കീഴ്വഴക്കമായി ജനപ്രിയൻ ആയി. ഇന്ന് ജനപ്രിയൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലേ? ഇന്ന് അയാൾ ജനപ്രിയനല്ലല്ലോ. പക്ഷേ നോക്കിക്കോളൂ, ഇനിയും ഈ റിയാലിറ്റി ഷോ എന്ന പേരിൽ നടത്തുന്ന ഈ പരിപാടികൾക്ക് ഇയാൾ ഇങ്ങനെ തന്നെ കെട്ടി എഴുന്നള്ളിക്കും ഇയാളെ. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഫാൻസും ഇവരൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ ഫാൻസ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇയാൾക്ക് സമൂഹം എന്നോടൊപ്പമാണ് അല്ലേ എന്ന് ഇയാൾക്കൊരു തോന്നലുണ്ടാവുന്നത്. അത് ഒരുപാട് പേര് ഇതിൽ തെറ്റുകാരാണ്. ഇപ്പം നമുക്ക് പക്ഷേ ചേച്ചി പറഞ്ഞ ഒരു വാക്കുന്നുണ്ട്, ഇപ്പൊ ഇയാൾ ജനപ്രിയനല്ല. അതിന് നമുക്ക് സമീപകാലത്തെ സാധാരണക്കാരുടെ പ്രതിരോധങ്ങൾ നമുക്ക് ഏറ്റവും വലിയതാണ്. ബസ്സില് ഒരു കുട്ടി പറഞ്ഞതും ഇന്നലെ ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, ആ സിനിമ ഇറങ്ങുമ്പോൾ എന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും. അങ്ങനെ അതെല്ലാവരും വളരെ സാധാരണക്കാരാണ് ഈ പറയുന്നത്.
അതല്ലാതെ ആരും ആക്ടിവിസ്റ്റുകളല്ല ഈ സംസാരിക്കുന്നത്. അതാണ്. അതെ, മീൻ വിൽക്കുന്നവരും അതുപോലെ കൂലിത്തൊഴിൽ ചെയ്യുന്നവരും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ബസ് ഡ്രൈവറും കണ്ടക്ടറും എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. എന്തിന്? ഗസറ്റഡ് ഓഫീസേഴ്സ്, നേഴ്സുമാര്, അതുപോലെ പിന്നെ നമ്മുടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ, പ്രായവ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ്, മാം ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ, നമ്മൾ ഫൈറ്റ് ചെയ്യും, അവളോട് പറയൂ. ഇങ്ങനെ എല്ലാവരും. അപ്പൊ എങ്ങനെയാണ് അയാൾ ജനപ്രിയനാകുന്നത്? സമൂഹം ഇനിയും എങ്ങനെയാണ് ഇതിനെ നമ്മൾ കുറച്ചും കൂടി ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത് എന്നുള്ളൊരു ചേച്ചിക്ക് എങ്ങനെയാണ് അത് തോന്നുന്നത്? അല്ല, ഇത് ഇപ്പൊ എല്ലാ ജില്ലതോറും ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം, കാസർഗോഡ് മുതൽ ഇവിടെ വരെ ഇത് ഇങ്ങനെ പടർന്ന് ഒരു തീ അവിടുന്ന് കത്തിച്ചതുപോലെയാണ് ഇതിങ്ങനെ കേരളം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനുള്ള മലയാളികൾ. ബാംഗ്ലൂരൊക്കെ ഈ ലോ അക്കാഡമിയിലെ സ്റ്റുഡൻസ് അവരൊക്കെ എനിക്ക് കുറെ വീഡിയോസ് അയച്ചു തന്നിരുന്നു. ഞാൻ വാസ്തവത്തിൽ 20-ാം തീയതി അവിടെ ഇരിക്കേണ്ട ഒരാളാണ്, പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അപ്പോൾ അവിടെ എല്ലാം, അതുപോലെ വിദേശത്തൊക്കെ ഒരുപാട് മലയാളികൾ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനാ? എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, ലോകത്ത് സകല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ, മാം അവൾക്ക് കേസ് നടത്താൻ പണമില്ലെങ്കിൽ ഞങ്ങൾ ഇറക്കാം പണം, മാം ഒരു ബാങ്ക് അക്കൗണ്ട് തന്നാൽ മതി, ഞങ്ങൾ കൊടുക്കാം, ഞങ്ങളാണ് കേസ് നടത്താൻ പോണത്, അവളല്ല, നമ്മളാണ് കേസ് നടത്താൻ പോകുന്നത് എന്ന് പറയുന്ന അതിലേക്ക് ഈ വിധി കൊണ്ടെത്തിച്ചു. അതിനർത്ഥം എന്താണ്? അയാൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ ഒരൊറ്റ വാക്കിന്റെ പേരിലാണ്. അതെ ചേച്ചി, തീർച്ചയായിട്ടും ചേച്ചി ഇനിയും ഇത് അതിജീവിയോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാവണം, പ്രതിരോധങ്ങൾ തുടരണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ അന്ത്യം വരെ അവളോടൊപ്പം തന്നെ ആയിരിക്കും. ഇനി എന്താണ് തീരുമാനമെങ്കിലും, ഇനി ഏതൊക്കെ കോടതി കയറി ഇറങ്ങിയാലും, എന്താണ് തീരുമാനമെങ്കിലും അവളോടൊപ്പം തന്നെ ആയിരിക്കും.